പാലക്കാട് നെല്ലിയാമ്പതിയിൽ കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് വരികയായിരുന്ന പാലക്കാട് കാരപ്പാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലിയാമ്പതി മട്ടത്തുപാടി സ്വദേശി പഴനിസ്വാമിയുടെ ഭാര്യ ജയന്തി എന്ന 55-കാരിയാണ് മരിച്ചത്. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ തൊഴിലാളിയായിരുന്നു ജയന്തി. രാവിലെ 9:30ഓടെയാണ് അപകടം. നെല്ലിയാമ്പതിയിൽ നിന്നും രാവിലെ 9:10 പുറപ്പെട്ട ബസ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിലെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള 2ാം വളവിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. 72 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും പരിക്കില്ല, കുറച്ച് പേരുടെ പരിക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. മാക്സിമം പേര് നമ്മളെ പുറത്ത് ഇറക്കി കഴിഞ്ഞു. ഡ്രൈവർക്ക് പരിക്കുണ്ട്, നെറ്റിയിൽ പരിക്കുണ്ട്, കൈകാലിലൊക്കെ പരിക്കുണ്ട്. ക്യാബിനിൽ കുടുങ്ങി കിടന്ന് ലാസ്റ്റ് ഡ്രൈവറിനെ ഇറക്കിയത്. അല്ല, ഞാൻ ബാക്കിലായിരുന്നു. ഇല്ല, അവർ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അതെ, തെറിച്ച് വീഴായിരുന്നു. നമ്മളൊന്നും കാണാൻ പറ്റിയില്ല, ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയി. ബ്രേക്ക് ഫെയിലിയർ എന്ന് വിഷയം ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞത് ബസ്സിൽ ബഹളമായി. നമ്മളിവിടുന്ന് പറയുന്നുണ്ട് ഡൗൺ ചെയ്യണം, അങ്ങോട്ട് ലെഫ്റ്റിൽ ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവിടെ ഒന്നും എത്തുന്നില്ല. ഇവിടെ ഒരേ ബഹളമാണ് ബസ്സിനകത്ത്. അതിനാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതായും ബസ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ റോഡിൽ നിന്നും ബസ് തെന്നിമാറി സമീപത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരങ്ങൾക്കിടയിൽ കുടുങ്ങി നിന്നതാണ് വൻ ദുരന്തമൊഴിവാക്കിയത്. പ്രദേശത്ത് ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് പതിക്കാതെ തടഞ്ഞുനിന്നു. അപകട സമയത്ത് ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. തിങ്കളാഴ്ചയായതിനാൽ യാത്രക്കാരുടെ തിരക്കും കൂടുതലായിരുന്നു. എന്നാൽ സ്കൂൾ അവധിയായതിനാൽ വിദ്യാർത്ഥികൾ ബസ്സിൽ ഉണ്ടായിരുന്നില്ലെന്നത് ആശ്വാസമായി. അപകടത്തിൽ പരിക്കേറ്റവരെ നെല്ലിയാമ്പതിയിലെയും നെന്മാറയിലെയും പാലക്കാട്ടെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുണ്ടൻചോല കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗണായി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ബ്രേക്ക് ഡൗണായി പിടിച്ചിരിക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒറ്റപ്പാട് ബഹളവും. മാക്സിമം അയാൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ഇറക്കമാണ്. ഇവിടെ എൻ്റെ ഈ എല്ലില്ലേ, ഈ എല്ല് കട്ടായിട്ടില്ല. ഈ എല്ലിൻ്റെ ഇത് നല്ല വേദനയുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഇല്ല, ഡ്രൈവ് നമ്മൾ കണ്ടക്ടറിൻ്റെ ഒരു 2 സെറ്റ് മുമ്പിൽ KTCയിൽ വർക്കറാണ്. പാലക്കാടിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ബാങ്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ബസ് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല പറഞ്ഞിട്ട് പകുതിക്ക് വെച്ചിട്ട് ഡ്രൈവർ ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ബസ് ഇറങ്ങി വരുന്നതുകൊണ്ട് ഒരുപാട് സ്പീഡിലായിരുന്നു ബസ് വന്നപ്പോൾ. പരമാവധി ഡ്രൈവർ കൺട്രോൾ ചെയ്ത് നോക്കി പറ്റിയില്ല. എന്നിട്ട് ബസ് കൊക്കയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ഒച്ചയും പകലൊക്കെ ആയി. ബസ്സിൽ നിന്നൊക്കെ ഒരു 10-75 പേര് കാണുന്ന പറഞ്ഞത്. ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു. 9 മണിക്കുള്ള ബസ്സായിരുന്നു രാവിലെ. അവിടെ നെല്ലിയാമ്പതിയിൽ നിന്ന് 9 മണിക്ക് വരുന്ന ബസ്സായിരുന്നു. പാലക്കാട് എനിക്ക് കയ്യിൽ എല്ല് ക്രാച്ച് ഇതായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ല് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പാലക്കാട് പോകാൻ പറഞ്ഞു കാണിക്കാൻ. ഞങ്ങൾ ഫുൾ ആളായിരുന്നു. അപ്പോൾ പകുതി നല്ല ഇറക്കത്തുനിന്ന് വണ്ടി ഇങ്ങനെ വരുമ്പോൾ ഒരു വെട്ടിക്കലുണ്ടായിരുന്നു. പിന്നെ വണ്ടി നിൽക്കണില്ല, ഭയങ്കര ഫാസ്റ്റിലായിരുന്നു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു എല്ലാവരും പിടിച്ചോളിയും പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ എണിച്ചിങ്ങനെ പിടിച്ചതാണ്. പിന്നെ ആ ബെൻഡെത്തിപ്പോൾ വണ്ടി അങ്ങനെ കാണിക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വെളി ചാടി തന്നാണ്. ബ്രേക്ക് പോയിന്നാണ് പറഞ്ഞത്. കണ്ടക്ടർ പറഞ്ഞു ഗിയർ ഡൗൺ ചെയ്യും പറഞ്ഞിട്ട്. എന്താ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുകയായിരുന്നു. നിയന്ത്രിക്കാൻ പറ്റിയില്ല, ബ്രേക്ക് പോയതാണ്. അമ്മ ഞങ്ങൾ നോക്കുമ്പോൾ അമ്മ മരം ചേർന്ന് കിടക്കണ്ടായിരുന്നു. ആ മരത്തിൽ ഈ ബസ്സും ഈ തേക്ക് മരം കൂടെ ചേർന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. എൻ്റെ ഏട്ടനും ചെറിയമ്മയൊക്കെ അത് അവിടെ ഉണ്ട്. എല്ലാവരും അടികൊണ്ട് കിടക്കുകയാണ്. അപകട വിവരമറിഞ്ഞ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെടുക്കുന്നതിനും പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനുമായി നാട്ടുകാരും രക്ഷാപ്രവർത്തകർക്കൊപ്പം രംഗത്തിറങ്ങി. പുറത്തെടുത്തിരിക്കുകയാണ്. ബസ് അല്പം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുറത്തെടുത്തിരിക്കുന്നു. ആ സ്ത്രീ ആംബുലൻസിൽ കയറ്റി എത്രയും പെട്ടെന്ന് അല്പമെങ്കിലും ജീവനുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകട വിവരമറിഞ്ഞ കെ പ്രേമൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ രക്ഷാപ്രവർത്തനവും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ പോലീസ്, ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പഞ്ചായത്ത്, റവന്യൂ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൃത്യസമയത്ത് തന്നെ എത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരാൾ മരണപ്പെട്ട ദാരുണമായ സംഭവം ഒഴികെ ബാക്കിയുള്ള പരിക്കുകളുള്ള എല്ലാവരെയും ആവശ്യമായ ചികിത്സ ലഭിക്കുന്ന ഏത് ആശുപത്രിയാണോ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റു എന്താ പറയുക, പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ജില്ലാ കളക്ടർ സുധീർ സംഭവസ്ഥലം സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും വിലയിരുത്തുകയും ചെയ്തു. ഫിറ്റ്നസ് ഉള്ള വണ്ടി തന്നെയാണല്ലോ. ഇപ്പോൾ ഈ ഇറക്കത്തിൽ നിന്ന് ബ്രേക്ക് പൊട്ടിയോണ്ടാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വണ്ടിയുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, ബ്രേക്ക് ഫെയിലിയർ ആണെന്ന് മനസ്സിലാകുന്നത് പ്രാഥമികമായിട്ട്. ബാക്കി ഇനി അവർ അന്വേഷിക്കുമ്പോൾ പറയും എന്താണ്, വേറെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായോ. ഇപ്പോൾ കേട്ട് തന്നെ വണ്ടി താഴോട്ട് വരുന്ന സമയത്ത് ബ്രേക്ക് പൊട്ടുകയും അയാൾ ഒരു ഡ്രൈവറെ, ഒരു ബൈക്കുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വെട്ടിത്തിരിച്ചത്. ഇല്ലെങ്കിൽ ബൈക്കുകാരനെ ഇടിക്കുമായിരുന്നു. ഈ മരങ്ങളുള്ളതുകൊണ്ട് വലിയൊരു അപായം നമുക്കുണ്ടായില്ല. കാഷ്വൽ ഒരു വ്യക്തി മരിച്ചു. ഒരു നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലുണ്ടായിരുന്ന ഒരു വാസന്തി, 65 വയസ്സ് വാസന്തി, അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ബാക്കി 9 പേരെ അവിടെ നമ്മുടെ നെന്മാറ CHC കൊണ്ടുപോയിട്ട് അവിടുന്ന് ജില്ലാശുപത്രിയിൽ പോയിട്ടുണ്ട്. 36 പേര് അവിടെ ഇപ്പോൾ തന്നെ ചികിത്സയിലാണ്. ഡെയിലി 72 പേരുണ്ടെന്ന് അറിയില്ല. ഇന്നെന്തായാലും ബസ്സിൽ 72 പേര് ഉണ്ട്. തിങ്കളാഴ്ച ആയതുകൊണ്ടും 72 ഉണ്ട്. ഇത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സർവീസ് ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് CHC തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. കൂടാതെ തന്നെ 3-4 PHC നിന്നും ഡോക്ടേഴ്സും സംഘം എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഡെപ്യൂട്ടി DMO ഇവിടെ സ്ഥലത്തുണ്ട്. 2 പേരും വന്ന് എല്ലാ ചികിത്സയും നോക്കുന്നുണ്ട്. ക്രിട്ടിക്കലായിട്ട് എന്ന് പറയല്ല, ഹെഡ് ഇഞ്ചുറി ഉള്ള ആൾക്കാരെയാണ് DMOയിൽ കൊണ്ടുപോയത്. ക്രിട്ടിക്കൽ അല്ല, ഇവർക്ക് പ്രാഥമിക ചികിത്സയിൽ തന്നെ അതിനേക്കാളും കൂടുതൽ കെയർ വേണമെന്ന് തോന്നുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ സ്കാനിങ് തുടങ്ങിയ വേണ്ട ജില്ലയിലേക്ക് വിട്ടിട്ടുണ്ട്. ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മരങ്ങൾ നിറഞ്ഞ താഴ്ചയിലേക്ക് മറിഞ്ഞതാണ് അപകടത്തിന്റെ ഗൗരവം കുറച്ചതെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരും കണ്ടില്ല. ഈ 2 ബസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ആൾക്കാർ രക്ഷപ്പെട്ട് കയറി വരുന്നത് കണ്ടത്. ഈ ബസ്സിലുള്ളവരും എല്ലാവരും കൂടി കയറ്റുണ്ടായിരുന്നു. ബസ്സിന് ആൾക്കാരും ഓരോരുത്തരും കയറ്റുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി കുറേ ആൾക്കാർക്ക് മുറിയുണ്ട്. കാല് വിരല് പോയവരുണ്ട്, പിന്നെ കാല് മുറിയുള്ളവർ, ചുണ്ട് പൊട്ടിയിട്ട് അങ്ങനെയുള്ളവരുണ്ട്. അപകടത്തിന്റെ സാഹചര്യവും ബസിന്റെ ബ്രേക്ക് തകരാറിലായതിന്റെ കാരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതർ പരിശോധന നടത്തിവരികയാണ്. UTV ന്യൂസ്, പാലക്കാട്.